പ്രിയ ദൈവജനമേ, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം മുതൽ 19-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയിലെ നമ്മുടെ ചിന്താ വിഷയം. ഗെത്സമനിയിലെ പ്രാർത്ഥന മുതൽ ഗോൽഗോഥായിലെ ആത്മത്യാഗം വരെയുള്ള കർത്താവായ യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ കേവലം ഒരു ചരിത്ര സംഭവമല്ല, മറിച്ച് മനുഷ്യകുലത്തോടുള്ള ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹത്തിൻ്റെ വിളംബരമാണ്. സത്യം എന്താണ് എന്ന് പീലാത്തോസിനെ പോലെ ലോകം ഇന്നും ചോദിക്കുമ്പോൾ താൻ തന്നെയാണ് സത്യമെന്ന് മൗനത്തിലൂടെയും സഹനത്തിലൂടെയും ഈശോ നമുക്ക് കാണിച്ചു തരുന്നു. ഞാനാണ് വഴിയും സത്യവും ജീവനും. അവിടുന്ന് അന്യായമായി വിധിക്കപ്പെട്ടത് നമുക്ക് നീതി ലഭിക്കാനും അവിടുന്ന് മുറിവേൽപ്പിക്കപ്പെട്ടത് നമ്മുടെ മുറിവുകൾ ഉണങ്ങാനുമാണ്. വിരോധാഭാസമെന്ന് തോന്നാമെങ്കിലും ആ കൈപ്പേറിയ പാനപാത്രം കുടിച്ചുകൊണ്ട് മരണത്തെ കീഴടക്കാൻ ഒരുങ്ങിയ ഒരു രാജാവിനെയാണ് നാം കുരിശിൽ ദർശിക്കുന്നത്. തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് സ്നേഹത്തിൻ്റെ പുതിയൊരു സംസ്കാരം അവിടുന്ന് നമുക്ക് പകർന്നു നൽകി. കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ നാം ഓരോരുത്തരും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യൂദാസിനെ പോലെ ഭൗതിക നേട്ടങ്ങൾക്കായി നാം നാഥനെ തള്ളി പറയുന്നുണ്ടോ, അതോ കുരിശിൻ ചുവട്ടിൽ വിശ്വസ്തയോടെ നിന്ന യോഹന്നാനെ പോലെ അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന അവിടുത്തെ അവസാന മൊഴി നമ്മുടെ പാപങ്ങളുടെ കടം വീട്ടി എന്ന ഉറപ്പാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ കുറവുകളും വീഴ്ചകളും കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ച് ഒരു പുതിയ വ്യക്തിയായി ഉയർത്തെഴുന്നേൽക്കാൻ ഈ ദുഃഖവെള്ളി ഇന്നേ ദിവസം നമ്മെ ക്ഷണിക്കുന്നു. മരണത്തിനപ്പുറം ഉദ്ധാനത്തിൻ്റെ പ്രത്യാശയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ സഹനങ്ങളിൽ പങ്കുചേർന്ന് നമുക്കും സ്നേഹത്തിൻ്റെ ബലിപീഠങ്ങളാകാം. കുരിശിൽ വിരിഞ്ഞ ആ സമാധാനം എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.